ഹലോ ഗൈസ്, വെൽക്കം ടു യോലോ. കുറച്ച് ദിവസമായില്ലേ ഇത് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ അഡിക്ഷൻ്റെ കുറേ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പിന്നെ നമുക്കൊരു കുട്ടി ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുടി നിർത്തിയവർ, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ നിന്ന് നിർത്തിയവരാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിർത്തിയവരാണ്, അവർക്ക് ആ നിർത്തിയ കുടി നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, വിശക്കാതിരിക്കാൻ ശ്രമിക്കുക. കൃത്യസമയത്ത് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. കാരണം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആൽക്കഹോളിക്കിന് മദ്യപിക്കാനുള്ള ടെൻഡൻസീസ് കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം, ദേഷ്യം. ഈ സമയങ്ങളിൽ നമുക്ക് ദേഷ്യം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളുടെ വീട്ടുകാർക്ക് നമ്മളിൽ ചിലപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാവില്ല, അവർ സംശയിക്കും, പല കാര്യങ്ങളും കുത്തി പറയും. ഈ സിറ്റുവേഷനിലൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുടിക്കുക എന്നുള്ള ടെൻഡൻസി നമുക്ക് കൂടും. അപ്പോൾ ദേഷ്യത്തെ നിയന്ത്രിക്കാനും ഒന്ന് പഠിച്ചോളൂ. മൂന്നാമത്തത്, ലോൺലിനെസ്. ഒറ്റയ്ക്കാവുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫാമിലീൻ്റെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ എന്തെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒറ്റയ്ക്കാവുന്ന സാഹചര്യങ്ങൾ നമുക്ക് കണ്ടുകൂടി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടുകൾ മൈൻഡിലോട്ട് ഒരുപാട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്തത്, ടയേർഡ്നെസ്. ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിട്ട് ഒന്ന് നന്നായി ക്ഷീണിച്ചാലും തോന്നുന്നത് എന്താണ്? രണ്ടെണ്ണം അടിക്കുക, ഫുഡ് കഴിക്കുക, കടന്നുറങ്ങുക. അപ്പോൾ അധികം ക്ഷീണിക്കുന്ന പണികളൊന്നും ചെയ്യേണ്ട കുറച്ച് കാലത്തേക്ക്. അപ്പോൾ അഞ്ചാമത്തത്, പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ. നമ്മളുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിലുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ബാർ ആവാം, ബീവറേജ് ആവാം, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് എപ്പോഴും മദ്യപിക്കുന്ന ഒരു സ്ഥലമാവാം. ഓരോരുത്തർക്കും അവനവൻ്റെതായ ഒരു സ്ഥലം ഉണ്ടാവില്ല. ആ സ്ഥലത്തേക്കൊക്കെ കുറച്ച് കാലത്തേക്കൊന്ന് പോകാണ്ട് നിന്നാൽ മനസ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാം. പേഴ്സൺ, നമ്മൾ കുടിക്കാൻ കാരണമാവുന്ന ചില വ്യക്തികൾ നമ്മളുടെ കൂടെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായിരിക്കും. ഈ വ്യക്തികളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇടുന്നത് നല്ലതാണ്. ഒഴിവാക്കാൻ പറ്റുന്ന ആൾക്കാരെ കഴിവതും ഒഴിവാക്കുക. വേണമെങ്കിൽ ഒരു പണി ചെയ്യാം, ഫോണ് തുറക്കുക, കോൺടാക്റ്റ് എടുക്കുക. അനാവശ്യമായി സേവ് ചെയ്ത കുറേ കോൺടാക്റ്റുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ഈ സോബറേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റാണ് തോട്ട്. നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പോസിറ്റീവ്സ് നടക്കുമെങ്കിലും ചെറിയ നെഗറ്റീവ്സ് ഉണ്ടാവും. നെഗറ്റീവ്സിൽ വരുന്നതാണ് ഒറ്റപ്പെട്ടതുപോലെ കുറേ പേര് കളിയാക്കും, പരിഹസിക്കും, പുച്ഛിക്കും, കുറ്റപ്പെടുത്തും. ഈ സാധനങ്ങളൊന്നും ആരും തലയിലോട്ട് എടുത്ത് വെക്കണ്ട. തലയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിച്ച് തല പുകയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു തോട്ട് നേരെ പോവുക, ഒരെണ്ണം അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ലൈഫിൽ നല്ല വ്യത്യാസം കാണാൻ പറ്റും. ഇനി വേറെ എന്തെങ്കിലും കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു കമന്റ് ഓർ ഡു കോൺടാക്ട് യോലോ ഡെയിലി ഡോസ്. സോ ഗൈസ്, താങ്ക് യു, ബൈ.